കെ സുധാകരന്റെ പേരൊഴിവാക്കിയ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് നൽകി. അമൃത രാമകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി എന്നിവരുടെ പേരുകളാണ് KPCC നൽകിയ പട്ടികയിലുള്ളത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത്ത്, അദ്ദേഹം കെ സുധാകരന്റെ രോഷത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു. ഈ പട്ടികയിൽ പേരില്ല എന്നുള്ളത് പട്ടികയിൽ ഒഴിവാക്കി തന്നെയായിരുന്നു KPCC പേര് കൊടുത്തിരുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നത്. നിലവിലെ വിവരങ്ങൾ ഷാമിലി, അതുതന്നെയാണ് ഇന്ന് പരിഗണിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെ കണ്ണൂർ ഉൾപ്പെടുന്ന നിയമസഭ 24 മണ്ഡലങ്ങളാണ് പരിഗണിക്കുന്നത്. ഈ പരിഗണിക്കുന്ന മണ്ഡലത്തിൽ കെ സുധാകരന്റെ പേര് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC നൽകിയില്ല. അതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. രണ്ട് പേരുകളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നൽകിയിരിക്കുന്നത്. അത് ഒന്ന് പഴയ നേതാവ് രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണൻ, അതേപോലെ റിജു മാങ്കുറ്റി. ഈ 2 പേരുകളാണ് നൽകിയിരുന്നത്. നേരത്തെ TO മോഹന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള 2 ആയിട്ടുള്ള ഒരു പേരുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതാണ് ഇന്നലത്തെ ഈ വലിയ പ്രകോപനത്തിന് കാരണമായത്. പൂർണ്ണമായി തന്നെ തഴയുന്നു, തൻ്റെ ഭാഗം കേൾക്കുന്നില്ല, തന്നോട് കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് താൻ. ശശി തരൂരും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ താനും ഒരു പ്രവർത്തക സമിതി അംഗമാണ്. തന്നെ അവഗണിക്കുന്നു. തൻ്റെ പേര് സ്ക്രീനിംഗ് പട്ടികയ്ക്ക് KPCC കൈമാറിയില്ല എന്ന വലിയൊരു ആരോപണവും വലിയൊരു പ്രതിഷേധവുമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കോൺഗ്രസ് KPCC നേതൃത്വം എങ്ങനെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും KPCC നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേണമെങ്കിൽ അത് പൂർണ്ണ രൂപത്തിൽ എവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ കൂട്ടിച്ചേർക്കാം എന്നാണ് KPCC ന്യായമായി പറയുന്നത്. ആ ന്യായം പക്ഷേ അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല, അദ്ദേഹം CWC മെമ്പറാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്തിനാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒറ്റപ്പേരായി വന്നത് എന്ന മറുചോദ്യമാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. ഏതായാലും സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC നൽകിയ പട്ടികയിൽ കെ സുധാകരന്റെ പേരൊഴിവാക്കിയതാണ് അദ്ദേഹത്തിനെ ഏറ്റവും ഒടുവിൽ പ്രകോപിപ്പിച്ചത് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശ്യാമിലി, ശരത്ത്, അതായത് MP-മാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യമല്ല. കാരണം കോൺഗ്രസ് ആകെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം പോലെ വന്നു ചേർന്നിട്ടുള്ളത് ഇത്തവണ വലിയ വിജയസാധ്യതയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിംഗ് MP-മാർക്കൊന്നും നിലവിൽ സീറ്റ് നൽകേണ്ട ഒരു സാഹചര്യമില്ല. അല്ലാതെ തന്നെ വിജയസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആ സ്ഥാനത്തേക്ക് വരട്ടെ എന്നതുള്ളതായിരുന്നു. അതുകൊണ്ട് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലേ ഈ 2 പേര് മാത്രം KPCC പേരായി കൊടുത്തിരിക്കുന്നത്, കെ സുധാകരനെ ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. ശരത്, കെ സുധാകരന്റെ പേര് ഒഴിവാക്കിയായിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC പട്ടിക നൽകിയിരുന്നത്. അവിടെ കണ്ണൂരിൽ മത്സരിക്കുവാൻ അമൃത രാമകൃഷ്ണനും റിജിൽ മാക്കുറ്റി എന്നിവരുടെ പേരുകളാണ് നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയിരുന്നു കെ സുധാകരന്റെ. ഇതിൽ പ്രകോപിതനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹം മത്സരിക്കുവാൻ താല്പര്യം അറിയിച്ചിരുന്നു. പക്ഷേ അത് പരിഗണിച്ചില്ല. MP ആയതുകൊണ്ട് തന്നെ മത്സരിക്കേണ്ട എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് തന്നെയാണ് നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPCC ആണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പട്ടിക നൽകിയത്. ഈ പട്ടികയിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നില്ല. കെ സുധാകരൻ്റെ പേര് ഒഴിവാക്കിയുള്ള പട്ടികയായിരുന്നു നൽകിയിരുന്നത്. അമൃത രാമകൃഷ്ണനെയും റിജിൽ മാക്കുറ്റിയെയും എന്നീ 2 പേരുകളായിരുന്നു KPCC നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ കെ സുധാകരൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. അതിൽ പ്രകോപിതനായിട്ടായിരുന്നു അദ്ദേഹം നിലവിൽ പാർട്ടിക്കെതിരെയും തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരും, അതിൻ്റെ പ്രത്യാഘാതം അവിടെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള തരത്തിൽ വെല്ലുവിളി അടക്കം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ചത്. നിലവിൽ അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ തുടരുകയാണ്. അതിനു മുമ്പ് ഒരു അതിവൈകാരിക കുറിപ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അദ്ദേഹം ഇടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ KPCCയുടെ ഈ പട്ടികയിലെ പേരുകൾ കൂടി പുറത്തു വരുന്നത്. അമൃത രാമകൃഷ്ണനും റിജിൽ മാക്കുറ്റിയുമാണ് ആ പട്ടികയിലുള്ളത്. അപ്പോൾ ശരത്ത്, ഞാൻ ചോദിച്ചത് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് നിലവിൽ നേതൃത്വം എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു കെ സുധാകരനെ ഒഴിവാക്കിയിരുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്?
അതെ, അതുതന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മധുസൂദൻ മിശ്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. കാരണം എംപിമാർ കളത്തിലില്ല, ചിത്രത്തിലില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മലയാള മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെയും എംപിമാർ മത്സരത്തിനില്ല, അതാണ് തീരുമാനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് ബെന്നി ബെഹനാനും നമ്മളോട് ഹലോ മലയാളത്തിൽ പ്രതികരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് KPCCയുടെ നിലപാട്. നേരത്തെ തന്നെ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഒരു കാരണവശാലും എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് KPCCയുടെ ഒരു പൊതുവികാരം എംപിമാർ മത്സരിക്കേണ്ട എന്നു തന്നെയാണ്. അത് ഹൈക്കമാൻഡും അംഗീകരിച്ചു. കാരണം എംപിമാർ മത്സരിച്ചാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് നഷ്ടമാകും എന്നുള്ള ഒരു ഭയവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. എന്നാൽ അതിനെതിരെയാണ് രൂക്ഷമായ രീതിയിൽ സുധാകരൻ പ്രതികരിച്ചത്. തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം തന്നെ കൊണ്ട് നിർബന്ധിച്ച് മാറ്റിയപ്പോൾ, അല്ലെ തന്നെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ തനിക്ക് നൽകിയ ഉറപ്പാണ് തനിക്ക് കേരളത്തിലായിരിക്കും തൻ്റെ പ്രവർത്തന രംഗം, കണ്ണൂരിലായിരിക്കും തൻ്റെ പ്രവർത്തന രംഗം എന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയതും. അതിൽ കൂടുതൽ തൻ്റെ പേര് ഉൾപ്പെടുത്താൻ പോലും KPCC നേതൃത്വം തയ്യാറായില്ല എന്നുള്ള ആ വേദന കൂടിയാണ് ഈ കുറിപ്പിന് ആധാരം. അത്രത്തോളം താൻ കോൺഗ്രസിന് വേണ്ടി കണ്ണൂരിൽ കേരളത്തിലും പ്രവർത്തിച്ചു. എന്നാൽ തൻ്റെ പേര് ആ പാനൽ പോലും ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് പാനൽ നേരിട്ട് വന്നത്? തൻ്റെ പേര് ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ട്? തനിക്ക് ലഭിക്കുമോ ലഭിക്കാതിരിക്കുമോ എന്നതല്ല, തൻ്റെ പേര് പോലും ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ KPCC നേതൃത്വം തയ്യാറായില്ല. താൻ മുൻ പ്രസിഡന്റാണ്, അതുപോലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. അത്തരത്തിലുള്ള തൻ്റെ പേര് ഉൾപ്പെടുത്താതെ ഒരു പട്ടിക KPCC എങ്ങനെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുക എന്ന ചോദ്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് KPCCയുടെ മറുപടി, കാരണം പ്രവർത്തക സമിതി എംപിമാർ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും ഹൈക്കമാൻഡാണ്. തങ്ങൾ നൽകുന്ന പ്രാഥമികമായ പട്ടികയാണ് ഇത്. സ്ക്രീനിംഗ് കമ്മിറ്റിയല്ല എടുക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പേരുണ്ടായാൽ പോലും അത് വെട്ടി മറ്റൊരു പേര് നൽകാനുള്ള അധികാരവും അല്ലെങ്കിൽ അത് സംബന്ധിച്ച നിലപാടെടുക്കാനുള്ള അധികാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കുണ്ട്, CECക്കുണ്ട്, കോൺഗ്രസിന്റെ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അത് വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് KPCCയുടേത്. എന്നാൽ ഇതിന് നേരിട്ടുള്ള ചോദ്യമാണ് സുധാകരൻ ശാംലി ചോദിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയായ രമേശ് ചെന്നിത്തലയുടെ പേര് ഒറ്റ പേരായിട്ട് പിന്നെ എന്തിനാണ് ഹരിപ്പാടുന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുത്തയച്ചത്? നേരിട്ട് ചേർത്താൽ പോരെ എന്ന്. അത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണമാണ് ഇന്നലെ അദ്ദേഹം സണ്ണി ജോസഫിനോട് നടത്തിയത്. 1 മണിക്കൂറോളം സണ്ണി ജോസഫുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും സുധാകരൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇവരുടെയൊക്കെ ഒരു ശരീരഭാഷ കാണുമ്പോൾ ഒരു ആഫ്റ്റർ ഷോക്ക് അടിച്ച രീതിയിലാണ്. കാരണം ഇനി ഒരു നിലപാടെടുക്കണം, അത് ഒന്നുകിൽ സുധാകരന് അനുകൂലമായ നിലപാടെടുക്കണം. അങ്ങനെയാണ് തരത്തിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി